ഹായ്. ഇന്നു മുതൽ നമ്മൾ ഒരു പുതിയൊരു ഭാഗം നമ്മുടെ ഈ ചാനലിലെ ഭാഗമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതായത് വർക്കിംഗ് എക്സ്പീരിയൻസ്. ഇതുവരെ നമ്മൾ പറഞ്ഞു പോയത് ലാപ്ടോപ്പിൻ്റെ വർക്കിംഗ്, അതിൻ്റെ ചിപ്പ് ലെവൽ സർവീസ്, ആ ഭാഗം ഇതേപോലെ തുടർന്നു കൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് മാക്സിമം ഒരാഴ്ചയിൽ ഒരു വീഡിയോ ഒക്കെ. കാരണം എനിക്ക് ഫ്രൈഡേ ആണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്, ഷോപ്പിലിരുന്നിട്ട് ഫ്രീ ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത സമയങ്ങളിൽ കസ്റ്റമർ വരും, അതുകൊണ്ട് തന്നെ സൗണ്ട് കസ്റ്റമർ അപ്പോൾ കറക്റ്റായി ചെയ്യാൻ സാധിക്കില്ല. പിന്നെ വല്ലപ്പോഴും മാത്രമാണ് കസ്റ്റമർ വരുന്ന സമയത്ത് വീഡിയോ ചെയ്തത്. മുമ്പ് ഒരു ഡെല്ല് ചാർജർ ഓഫായി പോകുന്ന വീഡിയോ ചെയ്തത്. മുമ്പ് ഞാൻ പറഞ്ഞിട്ട് ഇതേപോലെ വരുന്ന കസ്റ്റമറെ മാക്സിമം നമുക്ക് മദർ ബോർഡാണ് കിട്ടുന്നത് കയ്യിൽ. എൻ്റെ കയ്യിൽ വരുന്ന വർക്ക് കംപ്ലീറ്റ് ഷോപ്പിൽ നിന്ന് വരുന്ന കസ്റ്റമറാണ്, വേറെ ഷോപ്പിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് അവർ നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം 1 hour 2 hour ഒക്കെയാണ് ഒരു ബോർഡ് ചെയ്യാൻ സമയം കിട്ടുന്നത്. ഒരുപക്ഷെ റെഡി ആവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഒരു 1 day അല്ലെങ്കിൽ 2 day മാക്സിമം സമയം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ 1 hour 2 hour നടന്നില്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് വീഡിയോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞത് വളരെ ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ പറ്റില്ല, കസ്റ്റമർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്ത് വീഡിയോ ചെയ്യാൻ പറ്റില്ല. എന്നാലും അതിനിടയിൽ ചില വീഡിയോ ഞാൻ ചെയ്തിരുന്നു, ഇതേപോലെ ഷൂട്ട് ചെയ്തിരുന്നു. ചില വീഡിയോ വരുമ്പോൾ, ചില മദർ ബോർഡ് വരുമ്പോൾ ഇത് പെട്ടെന്ന് റെഡിയാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ ഒരുപക്ഷെ അത് റെഡി ആകില്ല. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒക്കെ മൊബൈലിലിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഇതേപോലെ അസൂസ് ലാപ്ടോപ്പ് വന്നു. ആ ബോർഡ് കണ്ടപ്പോൾ ഒരു ഓൾറെഡി ഷോപ്പിലാണ്, വാട്ടർ ഡാമേജ് ആയിരുന്നു, അവർ ക്ലീൻ ചെയ്തതാണ്. അപ്പോൾ അത് ബോർഡ് കണ്ടപ്പോൾ എനിക്ക് റെഡി ആവുമെന്ന് തോന്നി. ഞാൻ ഏതായാലും അത് വീഡിയോ എടുത്തു. ആ ട്രാക്കൊക്കെ പോയിരുന്നു, ആ ട്രാക്കൊക്കെ ഇട്ട് റെഡിയാക്കി വന്നപ്പോൾ പക്ഷേ ബോർഡ് റെഡി ആയില്ല. കാരണം അതിൻ്റെ IC അവൈലബിൾ അല്ലായിരുന്നു, അത് റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ ചെയ്തില്ല. പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ ഒരുപക്ഷെ സർവീസ് പഠിക്കുന്ന ആൾക്കാർ, ഈ ലാപ്ടോപ്പ് ചിപ്പിൽ പഠിക്കുന്ന പലർക്കും ഇതുപോലുള്ള വീഡിയോ റെഡി ആയില്ലെങ്കിൽ പോലും അത് അവർക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നി. കാരണം ഇതെന്താണെന്ന് വെച്ചാൽ കസ്റ്റമർ കയ്യിൽ നിന്ന് കംപ്ലൈൻ്റ് ആയിട്ട് വരുന്ന ലാപ്ടോപ്പാണ്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പല ലാപ്ടോപ്പും ഞാൻ തന്നെ കംപ്ലൈൻ്റ് ആക്കി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാണ്. പക്ഷേ ഇത് അതുപോലെയല്ല. കസ്റ്റമർ കയ്യിൽ ഇതേപോലെ നോർമൽ രീതിയിൽ ഡാമേജ് ആയിട്ട് മദർ ബോർഡ് ഡെഡായിട്ട് നോ ഡിസ്പ്ലേ ആയിട്ടൊക്കെ വരുന്ന ലാപ്ടോപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാൻ സാധിക്കും. സിസ്റ്റം റെഡി ആയില്ലെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഇത് പഠിക്കുന്ന ചിപ്പ് ലെവലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കെട്ടുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് തോന്നിയുണ്ട്. ഞാൻ ഏതായാലും ആ രീതിയിലുള്ളൊരു വീഡിയോ ഇനി മുതൽ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ആഴ്ചയിൽ ഒരിക്കലൊരു വീഡിയോ എന്നുള്ളത് മാറ്റി ഡെയിലി 2 days അല്ലെങ്കിൽ 3 days ഓരോ വീഡിയോ ചെയ്യാൻ എനിക്ക് സാധിക്കും. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും എല്ലാ മദർ ബോർഡും റെഡി ആയിക്കൊള്ളണം എന്നില്ല. റെഡി ആകുന്ന മദർ ബോർഡ് ഉണ്ടാവും, റെഡി ആകാത്ത ഉണ്ടാവും. എന്തായാലും റെഡി ആയില്ലെങ്കിലും ഇതുപോലുള്ള വീഡിയോകൾ എന്തായാലും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇനി മുതൽ. അതുപോലെ തന്നെയാണ് കുറച്ച് ദിവസം മുന്നേ ഒരു TV, ഒരു 49 inch LGയുടെ TV വന്നു. ഇതിൻ്റെ ബാക്ക് ലൈറ്റ് ഇഷ്യൂ ആയിരുന്നു. അപ്പോൾ അവർക്ക് 4-5 സെയിം പ്രോബ്ലമാണ് ഒക്കെ വരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ബാക്ക് ലൈറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് എനിക്കതിൻ്റെ പാർട്ട് നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു TV ഓപ്പൺ ചെയ്തിരുന്നു. അപ്പോൾ ഈ പാർട്ട് നമ്പർ എടുക്കാൻ വേണ്ടിയിട്ടുള്ള TV ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിരുന്നു. കാരണം അത് LED ബാക്ക് ലൈറ്റ് LED വന്നു കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റും. അങ്ങനെ ആ പാർട്ട് നമ്പർ എടുത്തു. അവർക്ക് പിന്നെ കൊട്ടേഷൻ കൊടുത്തപ്പോൾ ഇയർ എൻഡിങ് ആയതുകൊണ്ടായിരിക്കാം അവർ അതിന് ഇതുവരെ അപ്രൂവൽ ഇട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ചെയ്യാൻ പറ്റില്ല, അതും മൊബൈലിലിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ, അപ്പോൾ ഈ TVയുടെ ബാക്ക് ലൈറ്റ് ഇഷ്യൂ, അതെന്താണ് അതിൻ്റെ ഇഷ്യൂ എന്നുള്ളതും പുറത്ത് കാണുന്ന ഇഷ്യൂ എന്താണെന്ന് നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞാൽ TV ഒക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇഷ്യൂ എന്താണെന്നുള്ളതൊക്കെ ഇതുപോലെ പഠിച്ചു വരുന്ന പലർക്കും വളരെ ഉപകാരപ്പെടും. അതിൻ്റെ ബാക്ക് ലൈറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് ഒരുപക്ഷെ ബാക്ക് ലൈറ്റ് വന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അത് അപ്രൂവൽ ആയി, കൊട്ടേഷൻ കൊടുത്ത് അപ്രൂവൽ ആയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. പിന്നെ ആ വീഡിയോ വെറുതെ ആയിരിക്കും. അതേസമയം ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇതുപോലെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ച 1-2 വീഡിയോ ഉണ്ട്. അതുകൂടാതെ ഏത് ലാപ്ടോപ്പ് വന്നാലും എൻ്റെ കയ്യിൽ സർവീസിന് വരുന്ന, എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ വരുന്ന ഏത് ലാപ്ടോപ്പ് ആണെങ്കിലും റെഡി ആയാലും ഇല്ലെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. എനിക്ക് തോന്നുന്നത് ഇതേപോലെ ചിപ്പ് ലെവലൊക്കെ പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഇപ്പോൾ ഓൾറെഡി 1-2 വീഡിയോ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം വന്നിരുന്നു. അപ്പോൾ അതും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു. ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഒരു മെയിൻ ബോർഡ് ഷോർട്ടായിരുന്നു. അപ്പോൾ ഷോർട്ടായതുകൊണ്ട് തന്നെ അത് ബോസിൻ്റെതാണ്. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ അങ്ങനെ തരാൻ പറ്റില്ല, ബോർഡ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും റിട്ടേൺ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കംപ്ലീറ്റ് ആകാത്തതുകൊണ്ട് തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മുടെ ചിപ്പ് ലെവലിൻ്റെ സർവീസ്, നമ്മൾ ചിപ്പ് ലെവൽ സർവീസിൻ്റെ വർക്കിംഗ്, ലാപ്ടോപ്പ് വർക്കിംഗ് എന്നുള്ള ഒരു ഭാഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
ഇപ്പോൾ 5 വോൾട്ട് 3 വോൾട്ട് 5 വോൾട്ടിൻ്റെ കുറച്ച് കാര്യങ്ങൾ അത് വരച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതടുത്ത വീഡിയോയിൽ വരും, തൊട്ടടുത്ത വീഡിയോയിലായിട്ട് വരും. അതിൻ്റെ കൂടെ തന്നെ ഇതുപോലുള്ള വീഡിയോ ലാപ്ടോപ്പ് ചിപ്പ് ലെവൽ സർവീസ് എക്സ്പീരിയൻസ് എന്നുള്ളത് റെഡി ആയതും റെഡി ആകാത്തതുമായ ബോർഡുകളൊക്കെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന വീഡിയോ, എല്ലാ വീഡിയോയും ചെയ്യാൻ സാധിക്കണമെന്നില്ല, പറ്റുന്ന വീഡിയോയിലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഏതായാലും അപ്ലോഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടായ സഹകരണം വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ടാണ് വീണ്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കാരണം ഇപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്ത പലരും കമൻറ്റ് ചെയ്ത് പറഞ്ഞ കാര്യമായിരുന്നു ഹോട്ട് എയർ ഗൺ ഉപയോഗിക്കുന്ന കാര്യം. അപ്പോൾ ഞാൻ ഹോട്ട് എയർ ഗൺ ഉപയോഗിക്കുന്ന കുറച്ച് വീഡിയോ ചെയ്തിരുന്നു, 3 വീഡിയോ ചെയ്തിരുന്നു. പക്ഷെ അത്ര താല്പര്യം ആർക്കും കണ്ടില്ല, കാരണം അതിൻ്റെ വ്യൂസ് കണ്ടുകഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാം, ഏത് ബോർഡ് വരണം ചെയ്യാം. അപ്പോൾ മാക്കിൻ്റെ ഏറ്റവും പുതിയ സിസ്റ്റങ്ങൾ 2020 വരെയുള്ള സിസ്റ്റങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് മദർ ബോർഡ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണെങ്കിലും LCD മാറ്റാൻ വേണ്ടിയിട്ടാണെങ്കിലും കീബോർഡ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നും ചെയ്യാത്ത കാരണം പലതും വീഡിയോ ചെയ്യാൻ സാധിക്കില്ല. ആ സമയത്ത് ട്രൈപോഡൊക്കെ വെച്ച് വീഡിയോ ഒക്കെ വെച്ച് കസ്റ്റമർ വരും. അപ്പോൾ അതുകൊണ്ട് പറ്റാവുന്ന രീതിയിൽ വോയിസ് ഓവർ ചെയ്തിട്ടാണെങ്കിൽ പോലും ഇത് താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ഇതേപോലെ മാക്കിൻ്റെ ആണെങ്കിലൊക്കെ വീഡിയോ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ ബാക്ക് ലൈറ്റ് എന്താണെന്നും ലാപ്ടോപ്പിൻ്റെ ബാക്ക് ലൈറ്റ് എങ്ങനെ ഓൺ ആക്കുന്നതെന്നും അതിൻ്റെ ബ്രൈറ്റ്നസ് എങ്ങനെയാണെന്നുള്ള ആ ഒരു ഭാഗത്തിൻ്റെ കാര്യം ഞാനിപ്പോൾ നോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ഭാഗമായിട്ട് ചെയ്യാൻ പോവാണ്, എങ്ങനെയാണ് ലാപ്ടോപ്പിൻ്റെ ബാക്ക് ലൈറ്റ് ഓൺ ആകുന്നുള്ളതൊക്കെ. അങ്ങനെ ഓരോ ഭാഗമായിട്ട് നമ്മൾ ലാപ്ടോപ്പിൻ്റെ ചിപ്പ് ലെവൽ സർവീസ് പഠിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഏതായാലും തുടർന്നും നിങ്ങളുടെയൊക്കെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.